അനാക്യമല്ലന്മാർ, ജയൻസ് അല്ലെങ്കിൽ രാക്ഷസന്മാർ. ഇവർ ആരാണ്? ബൈബിളിൽ ഇവർ എവിടെ നിന്നാണ് വന്നത്? ഇവർ ശരിക്കും ജീവിച്ചിരുന്നെങ്കിൽ അതിന് തെളിവുണ്ടോ? അതാണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബൈബിൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ദൈവദൂതന്മാർ അല്ലെങ്കിൽ ദൈവപുത്രന്മാർക്ക് ഭൂമിയിലുള്ള മനുഷ്യപുത്രിമാരോട് പ്രണയം തോന്നുകയും അവർ തമ്മിൽ ബന്ധപ്പെട്ട് അതിലുണ്ടായ അവിശുദ്ധമായ സന്തതികളാണ് ജയൻസ് അഥവാ അനാക്യമല്ലന്മാർ. ഇവർ രാക്ഷസ രൂപികളായിരുന്നു. ഇവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഇവർ ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞാൽ ബൈബിൾ പറയുന്നത് പൂർണ്ണമായും സത്യമാണെന്ന് ലോകത്തിന് സമ്മതിക്കേണ്ടി വരും. ശരിക്കും ഇവർ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. ഇവർ ലോകത്ത് പലയിടങ്ങളിലായി ജീവിച്ചിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിൽ വിരൽ എണ്ണാവുന്ന തെളിവുകൾ ഞാനിവിടെ നിങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തേത് പെൻസിൽവാനിയയിലെ 1876 പെൻസിൽവാനിയയിലെ ഹിക്കറി എന്ന സ്ഥലത്ത് WM തോംസൺ എന്നാൽ റോബർട്ട് ആർ സ്മിത്ത് എന്ന ഒരാളുടെ സഹായത്തോടുകൂടി വെസ്റ്റ് ഹിക്കറിയിൽ നിന്നും ഏകദേശം 1/2 മൈൽ അപ്പുറത്തൊരു ഖനനം നടത്തുകയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ ഹെൽമറ്റ് കിട്ടി. അതിന് അസാധാരണമായ വലിപ്പമുണ്ടായിരുന്നു. വലിയ രാക്ഷസ രൂപികൾക്ക് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു ഹെൽമറ്റായിരുന്നു അത്. കൂടുതൽ കുഴിച്ചപ്പോൾ 9 അടി നീളമുള്ള ഒരു വാളും അവിടെ നിന്ന് കണ്ടെടുത്തു. അധികം താമസിക്കാതെ തന്നെ അവർക്ക് അവിടെ നിന്നൊരു രാക്ഷസ രൂപിയുടെ ഒരു അസ്ഥികൂടവും ലഭിക്കാനിടയായി. ഏകദേശം 18 അടിയോളം പൊക്കമുണ്ടായിരുന്ന ഒരു രാക്ഷസ രൂപിയുടേതായിരുന്നു അത്. അവിടെ നിന്ന് പിന്നീട് ടിയോനെസ്റ്റ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിച്ചതായി പറയപ്പെടുന്നു. രണ്ടാമത്തേത് 2015 ഓസ്ട്രേലിയൻ നാഷണൽ പാർക്കിൽ നിന്ന് ലഭിച്ചത്. 2015 ഓസ്ട്രേലിയൻ നാഷണൽ പാർക്കായ ഉലുറു കാറ്റ ടജ എന്ന സ്ഥലത്ത് നിന്നും 17.4 അടി നീളമുള്ള ഒരു അസ്ഥികൂടം കുഴിച്ചെടുക്കുകയുണ്ടായി. 2015 വളരെ കോളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ കണ്ടെത്തിയതിനേക്കാൾ വേഗത്തിൽ അത് അപ്രത്യക്ഷമായി. 2015 ഇത് കണ്ടെത്തിയപ്പോൾ ഓസ്ട്രേലിയയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ അസ്ഥികൂടം കണ്ടെത്തി എന്ന രീതിയിൽ വലിയ വാർത്ത വന്നിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരുടെയോ സമ്മർദ്ദത്തിലെന്ന പോലെ ഈ അസ്ഥികൂടം മനുഷ്യൻ്റേതല്ലെന്നും അത് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മാമത്തിൻ്റേതാണെന്നും വാദങ്ങൾ വന്നു. ഇതോടുകൂടി ആ സംഭവം ഒരു ദുരൂഹതയിലേക്ക് മറഞ്ഞുപോയി. മൂന്നാമത്തത് കാലിഫോർണിയയിലെ ലാംബോക് റോക്കോ. 1833 മെക്സിക്കൻ പട്ടാളക്കാർ കാലിഫോർണിയയിലുള്ള ലോംബോക് എന്ന സ്ഥലത്ത് കുഴിക്കുമ്പോൾ ഏകദേശം 12 അടി പൊക്കമുള്ള ഒരു മനുഷ്യ അസ്ഥികൂടം കണ്ടെടുത്തു. ചരൽപ്പാളുകൾക്ക് അടിയിലാണ് ഇവ കണ്ടെത്തിയത്. നേരത്തെ ഷീറ്റിനാൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന രീതിയിലായിരുന്നു അസ്ഥികൂടം. ഷീറ്റുകളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് ഇരട്ട നിര പല്ലുകളുണ്ടായിരുന്നു. ഈ അസ്ഥികൂടത്തിന് ചുറ്റുമൊന്നും മഴു, കുന്തങ്ങൾ എന്നിവ ലഭിച്ചിരുന്നു. പിന്നീട് അവിടുത്തെ ഒരു പാതിരിയുടെ നിർദ്ദേശപ്രകാരം അത് വീണ്ടും കുഴിയിലിട്ട് മൂടിക്കളയുകയായിരുന്നു. 4 വെസ്റ്റ് വിസ്കോൺസിനിൽ നിന്ന് ലഭിച്ചവ. തെക്കൻ വിസ്കോൺസിനിൽ നിന്നും എഫിജി മൗണ്ട് റീജിയനിൽ എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നാണ് ഡെലൈവൻ തടാകത്തിൽ നിന്നും ഒരു ഫീമൻ അസ്ഥികൂടം കണ്ടെത്തിയത്. 1912 അത്. ഇതും താമസിക്കാതെ ദുരൂഹതയിലേക്ക് മറഞ്ഞുപോയി. 5. 1919 1928 വരെയുള്ള കാലഘട്ടത്തിൽ റാൽഫ് ഗ്ലിഡൻ എന്ന പുരാവസ്തു ഗവേഷകർ 800ഓളം ശവകുടീരങ്ങളിൽ നിന്ന് 10 മുതൽ 18 വരെ അടി നീളമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള അസ്ഥിപഞ്ജരങ്ങൾ കുഴിച്ചെടുത്തിരുന്നു. ഇതുപോലുള്ള ധാരാളം അസ്ഥിപഞ്ജരങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. സാന്റാ കാത്തലീന ദ്വീപിൽ നിന്നായിരുന്നു ഇവ കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ചുള്ള വാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അസ്ഥികൂടങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട് എന്നത് വളരെ രഹസ്യമായ ഒരു പരസ്യമാണ്. പക്ഷേ എപ്പോൾ ഇവ കണ്ടെത്തിയാലും അധികം താമസിക്കാതെ എന്തെങ്കിലും കാരണങ്ങളാൽ ഈ തെളിവുകൾ ദുരൂഹതയിലേക്ക് മറയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞ 5 സ്ഥലങ്ങളിലെ കണ്ടെത്തലുകളും 1 നൂറ്റാണ്ട് മുൻപത്തെയാണ്. എന്തുകൊണ്ട് അതിനുശേഷം ഒന്നും കണ്ടെത്തിയില്ല? ഉത്തരം സിമ്പിളാണ്. കണ്ടെത്തി, പക്ഷേ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു വന്നത് ഗവൺമെൻറ്റിന് ഇഷ്ടമില്ല. കാരണം വളരെ നിഗൂഢമാണ്. ലോക ഗവൺമെൻറ്റിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഇതിന് പിന്നിലുള്ളത്. ആരാണവർ? അവർ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിൽ പറയാം. ലോകത്തിലെ ഏത് രാജ്യത്തിലെ കഥയും കവിതയും നോക്കിയാലും അവരുടെ വിശ്വാസങ്ങൾ നോക്കിയാലും അവിടെയെല്ലാം നമുക്ക് അനാക്യമല്ലന്മാരുടെ സാന്നിധ്യം കാണാൻ കഴിയും. ഇവർ എങ്ങനെ ഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയി എന്നത് ഇന്നും ദുരൂഹതയായി ബാക്കി നിൽക്കുന്നു. സത്യം എത്രയൊക്കെ മൂടി വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും.
സത്യത്തെ അസത്യമാക്കി ഇല്ലാതാക്കാൻ നോക്കിയാലും ഫലം ഇതുതന്നെയാണ്. ലോകത്ത് ഇതുപോലെ ബൈബിളിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നുണകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടന തന്നെ ഭൂമിയിൽ പടർന്ന് പന്തലിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരെക്കുറിച്ചാണ് എൻ്റെ അടുത്ത എപ്പിസോഡ്. ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ സംഘടനകളിലൊന്ന്.